വെളുക്കാൻ തേച്ചത് പാണ്ടായി കല്യാണി. ഇനി ധൈര്യമായിട്ട് അതിനുള്ള ഉത്തരം ജനങ്ങൾക്ക് കൊടുക്കണം. കല്യാണി യൂസ് ചെയ്യാൻ പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പം മൈ വേ ബൈ കല്യാണിയുടെ പറ്റി വല്ലതും റിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഉടനെ പോയിട്ട് റിപ്പോർട്ട് അടിക്കും. താങ്കൾ എന്നാണ് താങ്കൾക്ക് കിട്ടിയ പ്രൊഡക്ട്സ് എടുത്തിട്ട് താങ്കൾ അത് യൂസ് ചെയ്യാതിരുന്നത്? അപ്പം പ്രേക്ഷകരെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, എവിടെ നിന്നായാലും. അപ്പം എല്ലാം കൂടി ഇരുന്നോട്ടെ കേട്ടോ. അപ്പം ആദ്യം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ, അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ, നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു. കുറേ ഫീഡ്ബാക്ക്സ് കിട്ടി, കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് ഞാൻ മാറാൻ ആയിട്ട് ഞാൻ റെഡിയാണ്. കാരണം എല്ലാവരോടും ഞാൻ പറയുക, ആദ്യത്തെ ഒരു വീഡിയോ ആണ്, ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് ഇപ്പം മുന്നോട്ട്, അതായത് ചില സജഷൻസ് നിങ്ങളെല്ലാവരും എനിക്ക് തന്നത് അതെല്ലാം ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിലോട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ ഇപ്പം ഏറിൽ പൂവാണ് സത്യം പറഞ്ഞാൽ. ഇതിൽ കൂടുതൽ ഏറിപ്പോയ ഒരാളാണ് മൈ വേ ബൈ കല്യാണി. അത് നിങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഒന്ന് പോയിട്ട് മൈ വേ ബൈ കല്യാണിയുടെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. കുറേ നാളുകളായിട്ട്, അതായത് അവർ തുടങ്ങിയത്, കല്യാണി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നാണ് ആ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടായത്. അവരുടെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം പുള്ളിക്കാരത്തി നല്ല ഏറിലാണ്, എല്ലാവരും ഏറി കയറ്റി വെച്ചേക്കുവാണ്. അതിനുള്ള മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ. ഇപ്പം നിങ്ങൾ കുറേ പേരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതറിയാം. ഈയിടെയായിട്ട് നമ്മൾ ആരുടെ അക്കൗണ്ട് എടുത്താലും എല്ലാവരും പ്രൊമോഷൻ ആയിരിക്കും. കുറേ പ്രൊമോഷൻ പ്രോഡക്ട്സുമായിട്ട് വരുന്നു, കുറേ സ്റ്റഡി പ്രോഡക്ട്സ് ആയിട്ട് വരുന്നു, കുറേ ഫേസ് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നു, ഹെൽത്ത് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ചോദ്യമേ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ളൂ, നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചിട്ടാണോ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്? ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്? ചിലപ്പം അത് പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പം അത് നെഗറ്റീവ് ആയിരിക്കാം. അത് എനിക്ക് എന്തായാലും തീരുമാനിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സും കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആർക്ക് പ്രൊഡക്ട്സും കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഒരു പാർട്ടിലും ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവും ഉണ്ട്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ വിളിച്ച് പറയാറുണ്ട്, ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എൻ്റെ കസിൻസിനെ വിളിച്ചിട്ടോ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അങ്ങനെ. പക്ഷെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് ജനറേഷൻ, അതായത് ലേഡീസ് കൂടുതലും ഈ പ്രൊമോഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അങ്ങനാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. ലേഡീസിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈവൻ ജെൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആയിരിക്കട്ടെ, ഇപ്പം നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്തുള്ള സൈഡ് എഫക്ട്സ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ്, ഇതൊന്നും നമ്മളിപ്പം നോക്കാറില്ല. അതൊന്നും നോക്കാതാണ് നമുക്ക് ഇപ്പം മൈ വേ ബൈ കല്യാണിക്ക് പണി കിട്ടിയ പോലെ ഇപ്പം നമുക്കും ചിലപ്പം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്നത് കുറേ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത്, പുള്ളിക്കാരത്തിക്ക് എന്തായാലും സാധനം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം പ്രൊമോഷന്റെ ഭാഗത്ത് പുള്ളിക്കാരത്തി അത് യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യാതാണോ പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ താഴെ കാണിക്കാമേ. വിചാരിച്ചു. പക്ഷെ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, ആ വീഡിയോക്കകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ഇപ്പൊ സ്കിൻ ഇഷ്യൂസ് ഒക്കെ വന്ന്, സത്യം പറഞ്ഞാൽ ഇതൊന്നും വീഡിയോ ഇട്ടിട്ടില്ല, ബാക്കി എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു കേസിൽ വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുന്നതോ
അല്ലെങ്കിൽ അവിടെ കൺസൾട്ട് ചെയ്യുന്നതോ എന്താണ് പ്രശ്നം, ഇതൊന്നും അവിടെ വീഡിയോ ഇട്ടിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്? അപ്പം നമ്മളെ എല്ലാം പ്രേക്ഷകരെ എല്ലാവരും മണ്ടന്മാരാക്കുമല്ലേ. കുറെ സാധനങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്തിട്ട് ആ ക്രീമൊക്കെ യൂസ് ചെയ്ത് പുള്ളിക്കാരത്തേക്ക് സ്വന്തമായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ താഴെ ഒന്ന് ഇട്ട് തരാം. നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അപ്പം ഞാൻ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആരും ഈ കാണുന്ന പ്രൊഡക്ട്സ്, ഇപ്പം ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത പ്രൊഡക്ട്സ് അവർക്ക് എന്തായാലും ഫ്രീ ആണ്. ആ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് കിട്ടുന്നത് ഫ്രീ ആണ്. ആരും അവർ പേ ചെയ്തിട്ടല്ല സാധനങ്ങൾ മേടിക്കുന്നത്. ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പറയുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യുവല്ല, അത് സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യും. പക്ഷെ ഈ പ്രൊഡക്ട്സ് ഒക്കെ പറയുമ്പോൾ അവർ ജസ്റ്റ് നമുക്ക് വേണ്ടി, നമ്മുടെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കഷ്ടപ്പെടുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അവസാനം നമുക്ക് ആ ഒരു സ്കിൻ ഇഷ്യൂ വന്നിട്ട് പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ടാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രേക്ഷകരെ നിങ്ങളോട്, നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൊമോട്ട് ചെയ്ത ആളോട് നമ്മൾ പോയി പറയുവാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സൊല്യൂഷൻ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ ആ പൈസ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ഫെർദറിലോട്ട് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പൈസ അവർ തരുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അവരോട് സംസാരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നത്? അതായത് ഞാൻ പ്രൊമോട്ട് ചെയ്തു, നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, അത് അവരുടെ കിട്ടുന്ന പ്രൊമോഷൻ, അവർക്ക് അതിൻ്റെ ഉള്ള ഒരു പൈസയും കിട്ടുന്നുണ്ട്. എല്ലാ ചാനലിലും, കുറെ ചാനലിൽ ഇപ്പം പ്രൊമോഷൻ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു കണ്ടന്റ് ഇപ്പൊ ആരും കൊടുക്കുന്നില്ല. അവർക്ക് പ്രൊമോഷനുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട്, അത് നമ്മളെ മണ്ടന്മാരാക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്, എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, ഒരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈനിൽ പോവുക, പർച്ചേസ് ചെയ്യുക, ആ പർച്ചേസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, റൂമിൽ ഫുള്ള് ആ പ്രൊഡക്ട്സ് ആയിരിക്കും. എന്തിനാണ് അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്? പണ്ടൊക്കെ കാലത്ത് നമ്മൾ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കണ്ട് മേടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട്, ഇപ്പം നമുക്കൊരു സ്കിൻ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വെളുക്കണോ, അതിനൊക്കെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ വില കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുവാണോ അതൊക്കെ കണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്ത മക്കളെ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അലിയിക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ലാത്ത ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ. ചില ആളുകൾ ഈ ക്രീം തേക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെളുത്ത് വരാറുണ്ട്, കുറച്ച് ഭാഗം മാത്രം. അതുപോലെ ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവും, പഴയതുപോലെ തന്നെ കറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈ ഡോസ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ധമനികളിലൂടെ എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലറും ലിവർ ഫെയിലറും പല ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സെലിബ്രിറ്റീസും അതുപോലെ സിനിമ നടന്മാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം, എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ സൈഡ് എഫക്ട് പല ആളും ഉള്ളതുകൊണ്ട് ചില രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ്. അത് ഉറപ്പാ. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് കല്യാണി. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല കല്യാണി സ്ട്രൈക്ക് അടിക്കുകയോ കല്യാണി റിപ്പോർട്ട് ചെയ്യുമോ, അതൊന്നും നമുക്കറിയത്തില്ല. കാരണം കുറെ വീഡിയോസ് കൂടെ നമ്മൾ കേട്ടേക്കുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. നമ്മളിപ്പം മൈ വേ ബൈ കല്യാണിയുടെ പറ്റി വല്ലതും റിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഉടനെ പോയിട്ട് റിപ്പോർട്ട് അടിക്കും. പുള്ളിക്കാരത്തി എന്തിനാ പേടിക്കുന്നത്? ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം പുള്ളിക്കാരത്തി അത് പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി അത് പേടിക്കുന്നല്ലേ. അതിനെന്തിനാ കല്യാണി പേടിക്കുന്നത്? കല്യാണി ധൈര്യമായിട്ട് അതിനുള്ള ഉത്തരം ജനങ്ങൾക്ക് കൊടുക്കണം. കല്യാണി യൂസ് ചെയ്യാൻ പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ കുറെ പേര്, ഇപ്പം നമ്മളെ പോലത്തുള്ള ആൾക്കാരല്ല, കുറെ പേരുണ്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവരൊരു ബാഡ് ഇംപ്രഷൻ പറയത്തില്ല. കാരണം അവർക്കത് പറയാൻ പേടിയാ. അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് പേടിയാ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സ് വേണം, നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു വഴിയുണ്ട്. പോയി ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. നിങ്ങൾക്ക് വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, കറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രശ്നം എന്തുവാ? ജീവിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് വെളുത്ത് തന്നെ ഇരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്തിനാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ മേടിച്ച് നമ്മൾ ആ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്തിട്ട് അവസാനം സഫർ ആവേണ്ടത് ആരാ? ഈ നമ്മൾ തന്നെയാണ്. ആരും ചെന്ന് ചാടല്ലേ. കാരണം ഇപ്പം പ്രൊമോഷൻ ആണ് എല്ലാം. ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. എനിക്കൊരു ഡൗട്ട് കൂടെ ചോദിക്കാനുണ്ട് കല്യാണിനോട്. എന്തായാലും കല്യാണിക്ക് കുറെ പ്രോഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഫേസ് മാർക്ക്, സൺസ്ക്രീം, കറുത്ത് ടാൻ അടിച്ച ഈ ക്രീം യൂസ് ചെയ്താൽ നല്ലതാണ്. അതിൻ്റെയൊക്കെ ഞാൻ ചില ക്ലിപ്സ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തരാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു പാട് ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ
താങ്കൾ എന്നാണ് താങ്കൾക്ക് കിട്ടിയ പ്രൊഡക്ട്സ് എടുത്തിട്ട് താങ്കൾ അത് യൂസ് ചെയ്യാതിരുന്നത്? എന്തിനാണ് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയത്? ഇപ്പം കല്യാണിനോട് പറയാൻ എനിക്കത് ഒരു ഇതേ ഉള്ളൂ, ആൾക്കാരെ മണ്ടന്മാരാക്കി. പക്ഷെ ഇപ്പം കല്യാണിക്ക് സ്വന്തമായിട്ട് തന്നെ പണി കിട്ടിയിട്ടിരിക്കുവാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി FIR കൊടുത്തു, പണി കിട്ടി. അല്ല, ഞാനൊരു വീഡിയോക്കകത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു കല്യാണിയുടെ. അതിൻ്റെ അകത്ത് പറയുന്നത് 6 മാസം ഇരിക്കുന്ന MBBS, 6 മാസമായിട്ട് ഇരിക്കുന്ന BDS, ആരെയാണ് ഈ കല്യാണി ഈ മണ്ടന്മാരാക്കുന്നത്? കല്യാണിക്ക് അത്രയ്ക്കുള്ള ഒരു വിവരമില്ല. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ അത് ഡെർമറ്റോളജിസ്റ്റ് തന്നെയാണോ എന്ന് നോക്കുന്നതായിട്ട് ഈ ഒരു ജനറേഷനിൽ നമ്മളൊരു ഗൂഗിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമുക്ക് ആ ഇന്റർനെറ്റിൽ നമ്മൾ ഇട്ട് നോക്കിയാൽ, ഇല്ലെങ്കിൽ യൂട്യൂബിൽ അതിന്റെ റേറ്റിംഗ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് ഒന്നെങ്കിൽ ഞങ്ങളെ പൊട്ടന്മാരാക്കുവാണ് കല്യാണി, അല്ലെങ്കിൽ കല്യാണി സ്വന്തമായിട്ട് ഒരു പൊട്ടിയായി. ഇതാണ് എനിക്ക് കല്യാണിനോട് പറയാനുള്ളത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി കല്യാണി. കല്യാണിക്ക് തന്നെ അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊടുത്ത കൊല്ലത്തും കിട്ടും. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പൊക്കെ ഉടനെ. ചില സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടിയിട്ട് മാത്രം ദൈവത്തെ ഓർത്ത് യൂട്യൂബ് യൂസ് ചെയ്യാതെ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് ആദ്യമൊക്കെ നല്ല ഫാമിലി കണ്ടന്റ്സ് ആയിരുന്നു. മോന്, ഹസ്ബൻഡ്, കുക്കിംഗ് വീഡിയോസ്, അതൊക്കെ നല്ലതായിരുന്നു. അതിലൊക്കെ മാറിയാണ് ഇപ്പം നമ്മൾ പ്രൊമോഷനിലോട്ട് എത്തിച്ചേർന്നേക്കുന്നത്. അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈസ മാത്രം നോക്കാതെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് യൂസ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ളൊരു പോസിറ്റീവ് വൈബ്സ് നമുക്ക് കിട്ടിയിരിക്കും. എന്തായാലും പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത്. എല്ലാ പ്രോഡക്ട്സുകളൊക്കെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്ട്സ്. ഞാൻ പറയുന്നത് ഫേസ് പ്രൊഡക്ട്സ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരാൾ അത് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മളത് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കതിനെ പറ്റി തിരക്കിയിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ സ്കിപ്പ് അടിക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഉടനെ വരണമെന്നാണ്. ബിയോണ്ട് ദ സീൻസിലേക്ക് എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദിയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു ഫാക്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ബൈ.